നമസ്കാരം. ഇറാൻ യുദ്ധം മൂലം കുതിച്ചുയരുന്ന ഇന്ധനവിലയും വിമാനയാത്രാ നിരക്കുകളും വരാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഉണ്ടാക്കുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ അനുയായികൾക്ക് ആശങ്ക. എണ്ണവില വർധന സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന സാഹചര്യത്തിൽ വോട്ടർമാരുടെ രോഷം ബാലറ്റ് ബോക്സിൽ പ്രതിഫലിക്കുമോ എന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പേടി. നിലവിൽ ട്രംപ് ഭരണകൂടം വലിയ രാഷ്ട്രീയ സമ്മർദ്ദമാണ് നേരിടുന്നത്. പൊതുജനങ്ങളിൽ ഭൂരിഭാഗവും ഇന്ധനവില വർധനവിന് ഉത്തരവാദി ട്രംപാണെന്ന് വിശ്വസിക്കുന്നതായി പുതിയ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. NPR-PB എസ്മാരിസ് നടത്തിയ സർവേയിൽ 63% അമേരിക്കക്കാരും ട്രംപിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. 80%-ലധികം പേർ ഇന്ധനവില തങ്ങളുടെ കുടുംബ ബജറ്റിനെ താളം തെറ്റിച്ചതായും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അമേരിക്കൻ ജനതയ്ക്കിടയിൽ ഭരണവിരുദ്ധ വികാരം ശക്തമാകുന്നതിന്റെ സൂചനയാണിത്. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഗ്യാലന് $2.98 ആയിരുന്ന ഇന്ധനവില ഇപ്പോൾ $4.58 നിൽക്കുകയാണ്. അതായത് ഏകദേശം 50%-ലധികം വർധന. ഓരോ തവണ വാഹനം നിറയ്ക്കുമ്പോഴും ശരാശരി $20 അധികമായി നൽകേണ്ടി വരുന്നത് സാധാരണക്കാരുടെ ജീവിതത്തെ ദുസ്സഹമാക്കിയിട്ടുണ്ട്. നവംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് യുദ്ധം അവസാനിപ്പിച്ച വിപണി ശാന്തമാക്കാനുള്ള ശ്രമത്തിലാണ് ട്രംപിന്റെ ഉപദേശകർ. വ്യോമയാന മേഖലയിലും പ്രതിസന്ധി രൂക്ഷമാണ്. വിമാന ഇന്ധനവില ഇരട്ടിയായതോടെ വിമാന ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഉയർന്നു. മുൻ ഗവർണറും നിലവിൽ എയർലൈൻ ലോബിയിസ്റ്റുമായ ക്രിസ് സുനുനു ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിന്റെ കണ്ട് ആശങ്കയും അറിയിച്ചിട്ടുണ്ട്. യുദ്ധം നീണ്ടുപോയാൽ വിമാനയാത്രാ നിരക്കുകൾ ഇനിയും ഉയരുമെന്നും അത് വിനോദസഞ്ചാര മേഖലയെയും ബിസിനസ് യാത്രകളെയും ദോഷകരമായി ബാധിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എന്നാൽ ആണവായുധ ഭീഷണി ഇല്ലാതെയാക്കാൻ എണ്ണവില വർധന ഒരു ചെറിയ വില മാത്രമാണെന്ന നിലപാടിലാണ് ട്രംപ്. ഭ്രാന്തന്മാരായ ചിലരുടെ കയ്യിൽ നിന്നും ആണവായുധം നീക്കം ചെയ്യാൻ നൽകേണ്ടി വരുന്ന ചെറിയ വിലയാണിതെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പിന് മുൻപ് വില കുറയുമെന്ന് അദ്ദേഹം അവകാശപ്പെടുമ്പോഴും പ്രായോഗികമായി അത് അത്ര എളുപ്പമല്ലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ധനവില വർധനയെ തുടർന്ന് പ്രമുഖ വിമാന കമ്പനിയായ സ്പിരിറ്റ് എയർലൈൻസ് തകർച്ചയുടെ വക്കിലെത്തിയത് മേഖലയിലെ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. $500 മില്യൺ ബെയിൽ ഔട്ട് പാക്കേജ് ട്രംപ് ഭരണകൂടം നിരസിച്ചതോടെ കമ്പനി ലിക്വിഡേഷനിലേക്ക് നീങ്ങി. മാർച്ച് മാസത്തിൽ മാത്രം അമേരിക്കൻ എയർലൈനുകൾ ഇന്ധനത്തിനായി $5 ബില്യൺ ചെലവഴിച്ചു എന്നാണ് കണക്കുകൾ പറയുന്നത്. വിമാന ടിക്കറ്റ് നിരക്കിൽ ശരാശരി 21% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഡൊമസ്റ്റിക് എക്കോണമി ടിക്കറ്റിന്റെ ശരാശരി നിരക്ക് $570 ഉയർന്നു. വരാനിരിക്കുന്ന അവധിക്കാല യാത്രകൾക്കായി പണം മാറ്റിവെച്ച ഇടത്തരക്കാർക്ക് ഇത് വലിയ തിരിച്ചടിയാണ്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറന്നാൽ പോലും ടിക്കറ്റ് നിരക്കുകൾ പെട്ടെന്ന് കുറയാൻ സാധ്യതയില്ലെന്ന് ക്രിസ് വ്യക്തമാക്കി. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടമാണ് ദൃശ്യമാകുന്നത്. സമാധാന കരാറിനായുള്ള അമേരിക്കയുടെ നിർദ്ദേശം ഇറാൻ തള്ളിയതോടെ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില വീണ്ടും $100 മുകളിലെത്തിയപ്പോൾ യുദ്ധത്തിന് മുൻപുള്ള വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ 70%-ഓളം വർധനമാണിത്. സിംഗപ്പൂർ ബെഞ്ച് മാർക്ക് അനുസരിച്ച് വിമാന ഇന്ധനവില ബാരലിന് $200 വരെ ഉയർന്നേക്കാം. ഭരണകൂടത്തിനെതിരെയുള്ള വിമർശനങ്ങൾക്കിടയിലും അവശ്യ സാധനങ്ങളുടെ വില കുറഞ്ഞതായി വൈറ്റ് ഹൌസ് വക്താവ് കുഷ് ദേജായി അവകാശപ്പെടുന്നുണ്ട്. മുട്ട, മാംസം, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിലയിൽ കുറവുണ്ടായെന്നും ട്രംപിന്റെ നയങ്ങൾ ജനങ്ങൾക്ക് ഗുണകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി മൂലം ഉണ്ടായത് താൽക്കാലിക പ്രതിസന്ധികൾ മാത്രമാണെന്നാണ് വൈറ്റ് ഹൌസിന്റെ വിശദീകരണം.